ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇതാ കത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് എങ്ങോട്ടാണെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ താഴെ പോയി കുറച്ച് ഇല കട്ട് ചെയ്തുകൊണ്ട് വരാനായിട്ട് പോകാം. അല്ലൂസ് എവിടെ എവിടെ പോ അല്ലൂസ്? എവിടെയാ പോണേ? ടാറ്റ പോ. ടാറ്റ പോണോ? ടാറ്റ പോവാ പോവാ. ഷൂ എവിടെയാ? ഷൂ അല്ലൂസിന്റെ ഷൂ എവിടെയാ? പോവാനോ കുട്ടി? സൂക്ഷിക്കാനെടുക്കല്ല, സൂക്ഷിച്ചെടുത്തോളാം. വീഴല്ല വീഴല്ല. കളിച്ചു. അപ്പാ അട്ട എന്നിട്ടത് അട്ട അവിടെ ഉണ്ടായല്ലേ? ആ അവിടെ ബിഗ് വൺ ഉണ്ട്. അവിടെ എല്ലാം കഴിച്ചിട്ട് എടുത്തിട്ട് നീ പുറകിൽ നിന്ന് ഉന്തണ്ട, അവൻ തന്നെ ഇറങ്ങിക്കോളും. അല്ല വിളിച്ച് ഗ്യാപ്പ് ഇട്ടേ, അവൻ തന്നെ ഇറങ്ങട്ടെ. അപ്പം നമുക്കിതാ അട ഉണ്ടാക്കാനായിട്ട് ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ അത് നന്നാക്കി ചെറുതാക്കി എടുക്കാനുണ്ട് കേട്ടോ. അല്ലെ വേസ്റ്റൊക്കെ വീണ്ടും മേലെ താഴോട്ടുകൊണ്ടിരുന്നു. ഈ കാണുന്ന കേട്ടോ നമ്മളുടെ ഫ്ലാറ്റ്. കുറേ ചെടികൾ നിൽക്കുന്നില്ലേ, അതാണ് നമ്മുടെ ഫ്ലാറ്റ്. ഇതാണ് ഞങ്ങളുടെ കോമ്പൗണ്ട്. നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. 3 ബിൽഡിങ്സാണ് ഉള്ളത്. അതിൽ സെക്കൻഡ് വണ്ണാണ് നമ്മളുടെ. ഇതാ കാണുന്ന കുറേ ചെടികളില്ലേ ബാൽക്കണിയിൽ, അത് നമ്മുടെ ആട്ടോ. ഇനി ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. മഴ വരുന്നുണ്ട്.
ഇപ്പോൾ ഒരു മഴ പെയ്തൊന്ന് തോർന്നതേ ഉള്ളൂ. കുഴപ്പമില്ല, മഴ പെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ വേഗം വന്ന് ഇലയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ. ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട് ഇലയൊക്കെ ചെറുതായിട്ട് മുറിച്ചെടുത്തുകൊണ്ടാണ് മേലേക്ക് പോണത്. അതാകുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ തന്നെ കളയാം. അല്ലെങ്കിൽ ഞാൻ വീണ്ടും അതൊക്കെ കളയാനായിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങി വരണം. അപ്പം ഞങ്ങൾ വേഗം പോയി അടയൊക്കെ ഉണ്ടാക്കട്ടെ. കാല് പോവാ ടൈറ്റല്ലേ, മഴ ആയതുകൊണ്ടത്. മഴ പെയ്യുമ്പോഴേ ടൈറ്റാവുന്നത്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റീലാട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കണമെന്ന് ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഉണ്ടാക്കിയാണ്. പക്ഷേ ഇത് ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. അവർക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. സാധാരണ അമ്മൂസിനൊക്കെ അട നല്ല ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഏത്തക്കയുടെ അങ്ങനെ ഫ്ലേവർ വന്നിട്ടാന്ന് തോന്നുന്നു. അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മാത്രമാണത് കഴിച്ചത്. ചേട്ടനും പിന്നെ അടയോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും കഴിക്കാറുണ്ട്. കഴിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടാക്കിയാണ്. ആരും അങ്ങനെ കഴിച്ചില്ല കേട്ടോ. എൻ്റെ പണി പാളിപ്പോയി. അപ്പോൾ ഇത് ഞാൻ ഇലയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഏത്തയ്ക്ക ഒന്ന് പുഴുങ്ങാൻ വെച്ചു. ആ പുഴുങ്ങിയ ഏത്തയ്ക്ക ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ അരിപ്പൊടി നന്നായിട്ട് കുഴയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് അതിനുള്ളിൽ ഈ മാവാക്കിയിട്ട് നമ്മൾ ഇടിയപ്പത്തിന് ചുറ്റണ പോലെ തന്നെ ഈ ഇലയിൽ കനം കുറച്ച് ചുറ്റി കൊടുക്കുക. അതിനുശേഷം തേങ്ങയുടെ കൂട്ടും പിന്നെ അതുപോലെ തന്നെ പഴം ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പുഴുങ്ങിയതല്ല, പച്ചപ്പഴം അല്ലെ പഴുത്ത പഴം തന്നെ നുറുക്കി വെച്ചിട്ടുണ്ട്. അതും കുറച്ചിട്ട് കൊടുക്കുക, അടച്ച് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. വാഴയിലയിൽ കുറച്ച് നെയ്യും തേക്കുന്നുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായി. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. പക്ഷേ വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാവാം. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ മാത്രമാണ് കേട്ടോ കഴിച്ചത്. കുറച്ച് എനിക്ക് വേസ്റ്റാക്കി കളയണേ വന്നു. അതിനെനിക്ക് ചേട്ടൻ്റെ വായിൽ നിന്ന് ചീത്തയും കേട്ടു. വെറുതെ പരീക്ഷണത്തിനാണെങ്കിൽ നിനക്ക് കുറച്ചുണ്ടാക്കിയാൽ പോരായിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയായിരുന്നു എന്ന് എനിക്കും തോന്നി. ഓൾറെഡി എനിക്കറിയാവുന്നതാണ് അവർക്കാർക്കും അടയോട് വലിയ താല്പര്യമില്ല. എന്നാലും എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അത് കണ്ടപ്പോൾ നല്ല ഭംഗി, അപ്പോൾ എല്ലാവരും കഴിക്കുമായിരിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ ആർക്കും വേണ്ടാണ്ട് വന്നു. സാരമില്ല, പോട്ടെ. ഇനി അങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പം കുറച്ച് മാത്രം ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു. അപ്പോൾ ഇതേ നമുക്ക് കുറേശ്ശെയായിട്ട് ഇലയിലിങ്ങനെ നിരത്തി കൊടുക്കാം. അതിനുശേഷം തേങ്ങയുടെ പീര വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത സൈഡിലേക്ക് പകുതി ആട്ടോ ഇങ്ങനെ തേങ്ങ പീര ഇട്ട് കൊടുക്കുന്നത്. അടുത്ത സൈഡിലേക്ക് ഇതാ പഴം നുറുക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുക, ആവി കയറ്റാൻ വയ്ക്കുക. ഇങ്ങനെ ഞാൻ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോസ് എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.